അടുത്തത് ചീട്ടെടുക്കാൻ വന്ന അനുമോളാണ്. അനുമോൾക്ക് കിട്ടിയത് നൂറയാണ്. അനുമോൾ പറയുന്നത്, നൂറയെ പോലുള്ള ഒരു ക്യൂട്ടായിട്ടൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടില്ലായിരുന്നു. ആളുടെ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായങ്ങളെല്ലാം സംസാരിക്കും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് പറ. നൂറ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലയിൽ അത് ആര്യം കൊണ്ടുപോയതിനെന്ന്. അപ്പോൾ എല്ലാവരും ലാലേട്ടൻ ഉൾപ്പെടെ ഭയങ്കര ചിരിയാണ്. ഭയങ്കര ബുദ്ധിയായിപ്പോയി, ബുദ്ധിമതിയുടെ എന്ന് ലാലേട്ടൻ പറയുന്നത്. ശരി, ഓക്കെ, ഇരുന്നോളൂ മതിയെന്ന് ലാലേട്ടൻ പറയുന്നത്. അടുത്തത് വന്നത് ആദിലയാണ്. ലാലേട്ടൻ വിളിക്കുന്നത്. ആദില എടുത്തത് അനുമോളെയാണ്. ആദില പറയുന്നത്, അനുമോളില്ലായിരുന്നെങ്കിൽ നല്ല ഫുഡ് കിട്ടില്ലായിരുന്നു ഈ വീട്ടിൽ. പിന്നെ അക്ബറിനും ആര്യനും പുറകെ നടന്ന് ആക്രമിക്കാൻ ഒരാൾ മിസ്സായേനെ. അപ്പോഴത്തേക്ക് ഓഡിയൻസ് എല്ലാം ഭയങ്കര ചിരി. അതേണക്ക് അവരുടെ സ്ക്രീൻ സ്പേസ് മിസ്സായേനെ, പ്രത്യേകിച്ച് നിവിൻ അനുവിൻ്റെ പുറകെ നടന്ന് ഒരു ടോം ആൻഡ് ജെറി സാധനം അനുവായിട്ട് വർക്ക് ചെയ്യാൻ നോക്കി. അത് റിയലി ബാഡെന്ന് അതില പറയും. നിവിന് തല്ലുകൂടി നടക്കാൻ ഒരാൾ കുറഞ്ഞേനെ. പിന്നെ അനുമോളില്ലായിരുന്നെങ്കിൽ കുറച്ച് ഡ്രാമ കുറഞ്ഞേനെ, കുറച്ച് കരച്ചിലും കുറഞ്ഞേനെന്ന് ആദില പറയുന്നു. ലാലേട്ടൻ ഓക്കെ പറയുന്നത്. ആദില പറയുന്നതിനെല്ലാം ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര കയ്യടിയാണ് ആദിലേക്ക് കിട്ടിയത്. എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു ആദിലയുടെ ആ പറച്ചിൽ. കറക്റ്റായിട്ട് പോയിൻ്റ് പറഞ്ഞ ആദില, അതിൻ്റെ കയ്യടിയായിരുന്നു ആദിലേക്ക് കിട്ടിയത്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.